നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ? രാജ്യം ഈ മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയം ഇതുതന്നെയാണ്. എന്തായാലും കേരളത്തിൽ നിന്നടക്കം കോൺഗ്രസിന് ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്നാണ് സമസ്തയുടെ മുഖപത്രത്തിലൂടെ അവർ വ്യക്തമാക്കിയത് തങ്ങളുടെ നിലപാട്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും തങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ തേടി പോകേണ്ടി വരും എന്നാണ് സമസ്ത വ്യക്തമാക്കിയത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ മൃദു ഹിന്ദു നിലപാടാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമെന്ന നിരീക്ഷണം കൂടി സംസ്ഥയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, 2024 ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ രാജ്യത്ത് വീണ്ടും BJP തന്നെ അധികാരത്തിലേറും എന്നുള്ള സൂചന കൂടി സമസ്ത നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഈ വിഷയം ഇപ്പോൾ രാജ്യതലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വിഷയം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ബന്ധപ്പെട്ടിരുന്നു. എന്താണ് നിലപാട് എന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ നിലപാട് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ്. ആര് പങ്കെടുക്കും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും അവർ ആ ക്ഷണം അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അത് സ്വീകരിച്ചിരുന്നു. തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള വളരെ പോസിറ്റീവായ ഒരു നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ INDAA എന്ന പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസും JDU ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിലപാട് മാറ്റുകയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജിയോ അല്ലെങ്കിൽ നിതീഷ് കുമാർ, JDUവിന്റെ അധ്യക്ഷനായ നിതീഷ് കുമാറോ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. TMCയും JDU മാത്രമല്ല RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടി ഇതിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് INDA എന്ന സഖ്യത്തിലുള്ള മിക്ക സഖ്യകക്ഷികളും അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് തങ്ങളില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നതിൽ വലിയ ആശങ്കയുണ്ട്. മറ്റ് സഖ്യകക്ഷികളുടെ ഒപ്പം നിൽക്കാതെ സ്വതന്ത്രമായി മറ്റൊരു നിലപാടിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു വല്യേട്ടൻ മനോഭാവമാണ് എന്ന വിമർശനം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള ആദ്യത്തെ ഒരു തളപ്പാണ് നിലവിൽ നിതീഷ് കുമാറും മമതാ ബാനർജിയും ചേർന്ന് എടുത്തിരിക്കുന്നത്. INDAയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ മാത്രമല്ല, മറിച്ച് കോൺഗ്രസിന്റെ തന്നെ ചില സംസ്ഥാന ഘടകങ്ങൾ കൂടി ഈ വിഷയത്തിലെ നിലപാട് മാറ്റേണ്ടതുണ്ട് എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് വളരെയധികം ക്രൂഷ്യലായിരിക്കും. അവരെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ഉത്തരേന്ത്യയിൽ ഒരു നിലപാട്, ദക്ഷിണേന്ത്യയിൽ മറ്റൊരു നിലപാട് എന്ന ഒരു രണ്ട് വള്ളത്തിൽ ചവിട്ടുന്ന കോൺഗ്രസിന്റെ സ്ഥിരം നിലപാട് ഈ കാര്യത്തിൽ നടക്കില്ല. അതിനുള്ള ആദ്യത്തെ സമ്മർദ്ദം അവർക്ക് മേൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് INDAയിലെ തന്നെ സഖ്യകക്ഷികളും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.